ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായും നല്ല ടേസ്റ്റി ആയിട്ടും ഒരു പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് 2 കപ്പ് അളവിൽ പാലാണ് എടുത്തു കൊടുക്കേണ്ടത്. അത് നല്ലതുപോലെ നമുക്കൊന്ന് തിളച്ച് വരണം. പാല് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇച്ചിരി നേരം ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/3 കപ്പ് വെർമിസിലി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല നൈസായിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാലിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. പാല് ഒരുപാട് അങ്ങ് വറ്റി വരണ്ട, എന്നാൽ കുറച്ച് സമയം ഒന്ന് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കുന്ന സമയം ഒന്ന് പാലൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതിയാകും. അപ്പോൾ ഈ പാലിവിടെ ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ, സേമിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഫോസ്റ്റർ ക്ലാക്സിൻ്റെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ സേമിയയും എല്ലാമായിട്ട് നല്ല യോജിച്ച് നന്നായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ പൗഡർ വെച്ചിട്ട് തയ്യാറാക്കിയില്ലേ, ആ ഒരു പാല് കൂടെ നമ്മൾ ഇതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കാതെ 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊസീജിയർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റായി പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് നിങ്ങൾക്ക് ആ ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ആപ്പിളും സ്ട്രോബെറിയും കിവിയും കൂടെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സേ ഉള്ളെന്നുണ്ടെങ്കിൽ അതും, പിന്നെ നട്ട്സ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ യോജിപ്പിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മളിവിടെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ നമ്മളുടെ ഉണക്കമുന്തിരിയില്ലേ അതും കൂടെയാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പുളിയുള്ള ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയുമായിട്ട് ഒരു 1/2 അവർ ഇത് ഈ സേമിയ ഒന്ന് തണുത്ത് വരുന്ന അത്രയും സമയം നല്ലതുപോലെ നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് ഈ ഫ്രൂട്ട്സ് ഇട്ടിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ഇനി നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പം ഞാനിത് 2 ഗ്ലാസ്സിലേക്കായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ടോപ്പിംഗ്സ് ആയിട്ട് നമ്മൾ ഐസ്ക്രീമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിത് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ വെർമിസിലിയുടെ മിക്സിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.